നിങ്ങളെ ഒരു ലവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് തേർഡ് ഫോം ഓഫ് വെൽത്ത് ആണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഫിനാൻഷ്യൽ ടിപ്സ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വെൽത്ത് ക്രിയേഷൻ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് കൂടെ ഒരെണ്ണം ഉണ്ടല്ലോ. അതിൽ തേർഡ് ഫോം ഓഫ് വെൽത്ത് ആണ് യുവർ റിലേഷൻഷിപ്സ് അല്ലേ. അപ്പോൾ ഈ ലവ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മകൾക്കോ മകനോ പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുക്ക് അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ബുക്ക് മാർക്ക് അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവർ വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് ഹഗ് ചെയ്യുക, തലയിലൊക്കെ ഒന്ന് തടുക. ഇതാണ് ഒരു എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഒരു സ്പെഷ്യൽ ഡിഷ് കുക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മദർ ഇൻ ലോയ്ക്ക് ഹസ്ബൻഡിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മദർ ഇൻ ലോനെ സ്നേഹിച്ചാലും മതി എന്നാണല്ലോ പ്രമാണം. മദർ ഇൻ ലോയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഓണക്കാലമൊക്കെ അല്ലേ, സോ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യുക അല്ലേ. സെറ്റ് കൊണ്ടെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ. ഞാൻ ഇതിന് മുമ്പ് അത് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ആവുമ്പോൾ അവരുടെ മനസ്സിലൊരു ചെറിയൊരു സ്നേഹം ഒട്ടിടും അല്ലേ. അല്ലാത്തവരുണ്ടാകാം, എന്നാലും അച്ഛനമ്മമാർക്കും ബ്രദേഴ്സിനും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ചെറിയ ചെറിയ റാൻഡം ആക്ട്സ്, ഇത് തന്നെ ആവണമെന്നില്ല. ഫെസ്റ്റിവിറ്റീസിൻ്റെ ടൈമിൽ എന്തെങ്കിലും സ്വീറ്റ്സ് അയക്കുക, ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് ഒരു ലവ് അക്കൗണ്ട് തുടങ്ങി നോക്കിക്കേ. അടുത്ത വീട്ടിലെ നെയ്ബേഴ്സിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പായസമൊക്കെ കൊടുക്കില്ലേ. ഇതൊക്കെ എന്തിനാണ്? ദിസ് ക്രിയേറ്റ് another impression and there is another parallel wealth being created for you. ഇല്ലേ? Try and see this. It will work out.